നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കല്ലിക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു മിക്സഡ് കണ്ടംപററി സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് സ്വാഗതം. ബൈത്തുൽ സുറൂർ എന്നാണ് ഈ വീടിന് പേര് വെച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം. വീട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് ഈ കാണുന്നതെല്ലാം കോബിൾ സ്റ്റോൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു കോബിൾ സ്റ്റോണിൻ്റെ പാറ്റേൺ നേരെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആർക്ക് ഷേപ്പിൽ പോകുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മുറ്റം കിട്ടുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് വരുന്നത്. പ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം വീട് അല്പം ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ഥാനം നിർണ്ണയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ എലിവേഷനിലും നമുക്ക് ആ ഒരു ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്കത് റോഡിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. ഈ ബാംഗ്ലൂർ സ്റ്റോൺ നേരെ കണ്ടിന്യൂസ് ആയിട്ട് കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. കാർ പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് GI പൈപ്പിലാണ് പണിതിരിക്കുന്നത്. അതിൽ ട്രസ് വർക്ക് ചെയ്തിട്ട് സെറാമിക് റൂഫ് ടൈലുകളാണ് കാർ പാർക്കിങ്ങിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷൻ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു മിക്സഡ് കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത്. അടിപൊളി ഇൻറ്റീരിയറാണ്. വീടിനകത്ത് കയറിയിട്ട് ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണിക്കാം. എലിവേഷൻ ഡിസൈനിൽ ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോണും ഷോവാളുകളും ഒക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ മുകളിൽ ഓപ്പൺ ബാൽക്കണി നൽകിയിട്ട് അതിൽ ഗ്ലാസ് ഹാൻഡ് റെയിലുകൾ കൊടുത്തിട്ടുണ്ട്. മോഡേൺ ഫീൽ കിട്ടുന്ന എലമെൻറ്റുകളും നമുക്ക് കാണാം. അതേപോലെ ട്രഡീഷണൽ റൂഫിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഗേബിൾ റൂഫുകളും അതിൽ സെറാമിക് ഓടുകൾ നൽകിയിരിക്കുന്നതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എലിവേഷനിൽ കാണാൻ സാധിക്കും. സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്റ്റെപ്പുകൾക്ക് നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് സ്ലാബാണ്. നേരെ ഫ്ലോറിങ്ങിൽ നൽകിയിരിക്കുന്നതെല്ലാം മാർബിളാണ്. ഇറ്റാലിയൻ മാർബിൾ സീരീസിൽ വരുന്ന ബീച്ച് ടൈപ്പ് മാർബിളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്ന ഭാഗം എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഷോവാളാണ്. അതിൽ ഇതേപോലെയുള്ള ഓപ്പണിങ്സ് നൽകിയിരിക്കുന്നു. ഇതിലെല്ലാത്തിലും നാച്ചുറൽ പ്ലാന്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ എലമെൻറ്റിൽ കവർ ചെയ്തിട്ട് നാച്ചുറൽ പ്ലാന്റ് വെക്കുന്ന സമയത്ത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫീല് ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ ഏതൊരാൾക്കും ലഭിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല സ്റ്റെപ്പിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു ചെറിയൊരു പോർഷൻ ഒരു പ്ലാന്റർ ബോക്സ് പോലെ ചെയ്ത് അതിൽ പെബിൾസ് നിറച്ച് വെച്ചിരിക്കുന്നു. ഒരു നാച്ചുറൽ പ്ലാന്റ് അതിലകത്ത് നൽകിയിരിക്കുന്നു. 3 ചെയറുകളാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ആംബിയൻസിനോട് നല്ല രീതിയിൽ മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ചെയറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ഡിസൈനുകളാണ് വിൻഡോസിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ സ്ലീക്ക് ടൈപ്പിൽ വരുന്ന തരത്തിലുള്ള ഒരു പാറ്റേൺ ഫ്രണ്ട് ഡോറിന് നൽകിയിരിക്കുന്നു. അതിൽ തന്നെ ഗ്ലാസ് എലമെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. അകത്ത് നിന്ന് നോക്കുന്ന സമയത്ത് പുറത്ത് ആരാണ് വന്നിരിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സീ ത്രൂ ആയിട്ട് നൽകുന്ന രീതിയിലാണ് ഈ ഒരു ഗ്ലാസ് എലമെൻറ്റ് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ അകത്ത് ഇൻറ്റീരിയറാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത്. അത് നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ആരാണ് ഈ വീടിൻ്റെ ആർക്കിടെക്ട്സ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീട് ഡിസൈൻ ചെയ്യുന്നതും വീടിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ സൂപ്പർവിഷനും അതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തും പ്രൊജക്ട് മാനേജ്മെൻറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു കമ്പനിയാണ്. NST ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർ കാലിക്കറ്റ് ഓഫീസ് വരുന്നൊരു സ്ഥാപനം കൂടിയാണ്. ആർക്കിടെക്റ്റ് ഷഹസാദാണ് ഈ ഒരു വീട്ടിൽ വർക്ക് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കാണാൻ സാധിക്കും. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി വരുന്നത് ഒരു വലിയ ഹാൾ സ്പേസിലേക്കാണ്. ഈ വീടിൻ്റെ പ്ലാനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ ഫീലിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ നേരെ മുന്നിൽ കാണുന്നത് ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. പിന്നീടൊരു പാസേജ് സ്പേസ് വരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഹാൾ സ്പേസിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഒരു സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റെയർ കേസാണ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമുകളൊക്കെ ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. കിച്ചണ് പുറകു ഭാഗത്തായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് കാണാം. ലിവിങ് സ്പേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലിവിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. 2 സോഫ സീറ്റേഴ്സാണ് നൽകിയിട്ടുള്ളത്. 3 പേർക്ക് ഇവിടെ
ഇരിക്കാം, 2 പേർക്ക് ഇവിടെ ഇരിക്കാം. ഒരു ഓഫ് വൈറ്റ് കളർ തീമാണ് സോഫ സീറ്റേഴ്സിൻ്റെയൊക്കെ ആർട്ടിഫിഷ്യൽ ലെതറിന് നൽകിയിരിക്കുന്നത്. ഒരു സെൻറ്റർ ടേബിൾ നൽകിയിരിക്കുന്നു, ഭംഗിയുള്ള ഒരു റെഗ് കാർപ്പറ്റ് നിലത്ത് നൽകിയിരിക്കുന്നത്. വിൻഡോസിന് കർട്ടൻസ് നൽകിയിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. അതിൽ തന്നെ ഷിയർ ബ്ലൈൻഡും ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കും ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഈ ഒരു ബ്ലൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹൈലൈറ്റ് പാനലിങ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് ലാമിനേറ്റുകളാണ്. ഒരു ഗോൾഡൻ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു അക്രിലിക് ലാമിനേറ്റുകൾ സഹായിക്കുന്നുണ്ട്. അതിൽ ബ്ലാക്ക് ലൈൻസുകൾ നൽകി വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ മൊത്തം ആംബിയൻസ് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ, ഓഫ് വൈറ്റ്, അതേപോലെ ഗോൾഡൻ കളർ കോമ്പിനേഷൻസ് ആണ് നമുക്ക് പ്രെഡോമിനൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന ലിവിങ് സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ലിവിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സീലിംഗ് തന്നെ ഫസ്റ്റ് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുന്ന ലിവിങ് സ്പേസിൽ തന്നെ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ലിവിങ് സ്പേസിൽ നിന്ന് നേരെ വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസ് വരുന്ന ഭാഗത്തേക്കാണ്. ഇതൊരു പാസേജ് സ്പേസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് പോകാൻ സാധിക്കും. അതേപോലെ ഡൈനിങ് സ്പേസിലേക്കും ആക്സസ് ലഭിക്കും. ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകളെ നമ്മൾ ബൈഫുർക്കേറ്റഡ് സ്റ്റെയർ കേസുകൾ എന്നാണ് വിളിക്കുക. ഒരു ലാൻഡിങ് വരുന്നു. ലാൻഡിങ്ങിൽ നിന്ന് 2 ഭാഗത്തേക്കും നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പുകൾ നൽകിയിട്ടുള്ള ലക്ഷറി ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ഫ്ലോറിലെ കോമൺ ഏരിയാസിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. 8 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ മാർബിൾ കൗണ്ടർ ടോപ്പൊക്കെ വരുന്ന തരത്തിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെയർ ഒത്തിരി വീടുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നതും എൻക്വയറി ചെയ്യുന്നതുമായിട്ടുള്ള ചെയറാണ്. പോളിഷ്ഡ് വെനീർ എന്ന് പറയുന്ന തരത്തിൽ വരുന്ന പ്രത്യേക തരത്തിലുള്ള വെനീറാണ് ഇതിന് പുറകിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഗ്ലോസിന് ഈ ഒരു ഫർണിച്ചറിന് കിട്ടാനും കാരണം ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ വെനീറുകളാണ്. ഇതൊരു നാച്ചുറൽ മെറ്റീരിയൽ അല്ല. വെനീർ പൊതുവെ നാച്ചുറൽ മെറ്റീരിയൽ ആയിരിക്കും, പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു വെനീർ കാറ്റഗറി എന്നുള്ള രീതിയിൽ, പോളിഷ്ഡ് വെനീർ എന്നുള്ള രീതിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണ്. ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള മോൾഡിങ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെയിൻസ്കോട്ട് പാനലുകൾ എന്നാണ് ഇത്തരത്തിലുള്ള മോൾഡിങ്സിന് നമുക്ക് പറയാം. നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റാണ് ആവശ്യമുള്ളതെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ അന്വേഷിക്കേണ്ടത് വെയിൻസ്കോട്ട് പാനലുകൾ എന്നുള്ള പേരിലാണ്. കൃത്യം സെൻറ്റർ പോർഷനിൽ ഒരു വാൾ പിക്ചർ നൽകിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ലാമ്പ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു TV യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സോഫ സീറ്ററാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് പണിയിപ്പിച്ചിരിക്കുന്ന ഒരു സോഫ സീറ്ററാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഫാമിലി ലിവിങ് സ്പേസിൽ കൂടെയാണ് നമുക്ക് ഡൈനിങ് ടേബിളിന് ശേഷം വാഷ് സ്പേസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. വാഷ് ബേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസിൻ ഡിസൈനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്നൊക്കെ അല്പം കൂടെ മാറി ഒതുങ്ങി വാളിലേക്ക് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് ബേസിൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ നൽകിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് പറയാം. ഇത് ഒരു തരത്തിലുള്ള ക്ലാഡിംഗ് ആണ്. നാച്ചുറൽ സ്റ്റോണും അതിനകത്ത് ഇതേപോലെ മെറ്റൽ സ്ട്രിപ്പുകളും വരുന്ന ക്ലാഡിംഗ് ആണ്. 1 ഫീറ്റ് ബൈ 1 ഫീറ്റ് എന്ന് പറയുന്ന സൈസിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഇത് നമ്മുടെ വാളിലേക്ക് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് സോളിഡ് വുഡാണ്. മരം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ PU പോളിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് വാനിറ്റി കൗണ്ടേഴ്സിന് നൽകിയിട്ടുള്ളത്. വാഷ് ബേസിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു പ്രയർ റൂം, ഒരു നിസ്കാര മുറി കൂടെ നൽകിയിട്ടുണ്ട്. അതിന് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറുകളാണ് നൽകിയിട്ടുള്ളത്. ഗ്ലാസ് ഡോറുകൾ നൽകിയിരിക്കുന്നു. അത് സ്ലൈഡിംഗ് മെക്കാനിസത്തിൽ നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അകത്ത് കാർപ്പറ്റുകൾ ചെയ്തിട്ടുണ്ട്. വാൾ പാനലിംഗ് ആയിട്ട് മൾട്ടിവുഡിൻ്റെ കർവുകൾ നൽകിയിരിക്കുന്നു. ആർച്ച് ഷേപ്പിൽ വരുന്ന കർവുകൾ ഇവിടെയൊക്കെ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പം ആ ഒരു കർവ് ഇതേപോലെ ആർച്ച് ഷേപ്പിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ഷോ ഡെക്കോർ ഐറ്റംസും അതേപോലെ ഖുർആനും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസും അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഷെൽഫും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഈ വീട്ടിലെ സീലിങ്ങിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കോമൺ സ്പേസ് എന്ന് വെച്ചാൽ വീട്ടിൽ വരുന്ന എല്ലാ ഗസ്റ്റുകളും കാണുന്ന ഒരു സ്പേസ് കൂടെയാണ്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് കൊണ്ട് നല്ല ഭംഗി
ഭംഗിയുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ് പോകുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പാസേജ് സ്പേസിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ട് അതിൽ ഗ്രൂ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ്, നല്ല ഭംഗിയുള്ളൊരു ഫാൻസി ലൈറ്റ് അതിൽ നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൻ്റെ സീലിംഗ് വർക്കും ഇവിടെ ഹൈലൈറ്റഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിലൊരു വലിയ ഹാങ്ങിങ് യൂണിറ്റ് കൂടെ നൽകുന്ന സമയത്ത് ആ ഒരു ഭാഗം ലക്ഷറി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിംഗ് മെറ്റീരിയലിലേക്ക് വരികയാണെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബീജ് ടോൺ വരുന്ന ഇറ്റാലിയൻ മാർബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് സെയിം ടെക്സ്ചറിൽ വരുന്ന ടൈൽ യൂസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റാലിയൻ മാർബിൾ വിരിച്ച് കഴിയുന്ന സമയത്ത് വാം ലൈറ്റുകൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വീടുകൾ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാര്യം ഈ വീട്ടിലെ ഇൻറ്റീരിയർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു പാസേജ് സ്പേസിൻ്റെ അടുത്താണ്. കിച്ചണിലേക്കാണ് ഈ ഒരു പാസേജ് സ്പേസ് ലീഡ് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്പേസിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്റ്റഡി ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് സ്പേസും അതേപോലെ ഒരു കൗണ്ടർ ടോപ്പും ഇവിടെ നൽകിയിരിക്കുന്നു. അതിനൊരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റുകൾക്കൊക്കെ അക്രിലിക് ലാമിനേറ്റ് യൂസ് ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് ടെക്സ്ചറിൽ വരുന്ന ലാമിനേറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഓപ്പൺ കൊടുത്ത ഭാഗങ്ങളിലെല്ലാം ലൈറ്റ്സുകൾ നൽകിയിരിക്കുന്നു. ഇങ്ങനെ ലൈറ്റ്സുകളൊക്കെ നൽകണമെങ്കിൽ നമ്മുടെ വയറിങ്ങിൻ്റെ സമയത്ത് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ മനസ്സിൽ കാണേണ്ടതുണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയ ടെമ്പററി പാർട്ടീഷൻ നൽകിയിരിക്കുന്നു. പ്ലൈവുഡ് വർക്കിൽ അക്രിലിക് ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തൊരു ചെറിയ ഇൻറ്റീരിയർ കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലേക്കൊക്കെ ഒരു കോർട്ട്യാർഡ് സ്പേസ് വീടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത് ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസുകളും നാച്ചുറൽ പ്ലാന്റുകളൊക്കെ നൽകിയിട്ട് നല്ലൊരു രസമുള്ളൊരു സ്ഥലമാക്കിയിട്ട് ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും അധിക വീടുകളിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി വീട്ടിലെ ബെഡ്റൂമുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളതെല്ലാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സ്റ്റഡി റൂമിൻ്റെയും കോർട്ട്യാർഡിൻ്റെയും ഒക്കെ സെൻറ്റർ പോർഷനിലൂടെയാണ് ഈ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഫസ്റ്റ് തന്നെ നമുക്ക് റൂം ഡോറിൻ്റെ ഡിസൈൻ നോക്കാം. ഈ ഭാഗത്ത് ഗ്രൂസ് വരുന്ന മോഡലാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ 4 ഇതേപോലെയുള്ള ഗ്രൂ വർക്കുകൾ നൽകി ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂം സൈസ് പറയുകയാണെങ്കിൽ 4.60 ആണ് ഇവിടെ ലെങ്ത് വരുന്നത്. 3.30 ആണ് വിഡ്ത്ത് വരുന്നത്. കിങ് സൈസിൽ വരുന്ന ഒരു കട്ടിൽ നൽകിയിരിക്കുന്നു. അതിൽ ഹെഡ് ബോർഡ് വാളിലേക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു വുഡൻ ബോർഡർ നൽകിയിട്ടുണ്ട്. ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ചിട്ട് ഹെഡ് ബോർഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ മനോഹരമായിട്ട് എന്നാൽ തന്നെ സിമ്പിളായിട്ടാണ് ഈ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വെയിൻസ്കോട്ട് പാനലുകൾ ഉപയോഗിച്ച് മോൾഡിങ്ങുകൾ കൊടുത്തിരിക്കുന്നു. അതിലൊരു ഗ്രീൻ ഷെയ്ഡ് കളറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു ലൈറ്റ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു മെറ്റൽ ആർട്ടിൻ്റെ ആ ഒരു ഗണത്തിലൊക്കെ പെടുത്താൻ പറ്റുന്ന ഭംഗിയുള്ളൊരു ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. 2 ഭാഗത്തും ഹാങ്ങിങ് ലൈറ്റ് നൽകിയിരിക്കുന്നു. സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഭംഗിയുള്ള സൈഡ് ടേബിൾ ഡിസൈനാണ് ഇവിടെ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന. ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് സൈഡ് ടേബിളിന് നൽകിയിരിക്കുന്നത്. വിൻഡോസിനെല്ലാം കേർട്ടൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. ഈ ഒരു വാളിലേക്ക് വരികയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വാൾപേപ്പർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ആ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നത്. വലിയൊരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് സീലിംഗ് ഹൈറ്റ് വരെ വരുന്ന രീതിയിലാണ് ഈ ഒരു മിറർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു ലക്ഷറി എഫക്റ്റ് ഈ ഒരു വാളിന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ബീഡിങ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. മാത്രമല്ല ഈ ഡ്രോവേഴ്സിൻ്റെ ഒക്കെ ഈ ഹാൻഡിൽ നോബ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഫിനിഷിൽ വരുന്ന ഹാൻഡിൽ നോബ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വാർഡ്രോബ് സ്പേസ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. ആ വാർഡ്രോബ് സ്പേസിലേക്ക് കയറുന്ന ഭാഗം വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. വെനീർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്ത് സ്റ്റോറേജ് യൂണിറ്റുകളാണ്. 4 ഡോറുകളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാർഡ്രോബിന് ഇത്രയും സ്റ്റൈൽ ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാമിനേറ്റ് ആണ്. അക്രിലിക് ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗോൾഡൻ ലൈനിങ് കൂടെ കൊടുത്ത സമയത്ത് അതൊരു വേറെ ലെവൽ വാർഡ്രോബായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത്. നല്ല രസത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടോയ്ലറ്റ് ഡിസൈനാണ് ഇവിടെ വരുന്നത്. വൈറ്റ് കളറിൽ വരുന്ന വാൾ കളർ കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നു. അതിൽ ഹൈലൈറ്റർ ആയിട്ട് ഡാഡോ ടൈൽസ് യൂസ് ചെയ്തിരിക്കുന്നു. ഇത്തരത്തിലുള്ള ടൈലുകളായി ഗ്രീൻ ഷെയ്ഡിൽ കാണുന്ന ടൈലില്ലേ, അതിനെ ഡാഡോ ടൈൽസ് എന്നാണ് വിളിക്കുക. ഡിസൈനർ ടൈൽസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്
ചെയ്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ഗ്രേ കളർ ടൈലാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വുഡൻ എലമെൻറ്റ്സ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ ഡിസൈൻസ് ഒക്കെ സിമിലർ പാറ്റേൺസ് തന്നെ ചെയ്തിരിക്കുന്നു. ഫ്ലോറിൽ സെയിം ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വാളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെഡ് ബോർഡ് അല്പം ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലെതറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ വുഡൻ ബോർഡേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഈ മോൾഡിങ്സ് എല്ലാം സോളിഡ് വുഡിൽ ചെയ്തിരിക്കുന്നു. കർട്ടൻ്റെ ഭാഗം ഇതേപോലെ പാനലിംഗ് ചെയ്തിരിക്കുന്നു. സൈഡ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. കട്ടിലിൻ്റെ സൈസിലേക്ക് വരികയാണെങ്കിൽ കിങ് സൈസ് കട്ടിലാണ്, അതായത് 6-6.5 സൈസിൽ വരുന്ന കട്ടിലാണ് നൽകിയിരിക്കുന്നത്. കട്ടിലിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് കട്ടിൽ ചെയ്തിരിക്കുന്നത്. അടിയിലൊരു ഗ്രൂ വരുന്നുണ്ട്, വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ സൈസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 4.60 ഇവിടെ ലെങ്ത് വരുന്നത്, 4.20 ഇവിടെ വിഡ്ത്ത് വരുന്നത്. വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ബെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാളിൽ മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇതേപോലെ നല്ല രസത്തിൽ 2 മിററുകൾ ഒരുമിച്ച് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ആ ഒരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിരിക്കുന്നു, ഒരു ചെയർ നൽകിയിട്ടുണ്ട്, ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ഈ ഒരു ഏരിയ ചെറുതാണെങ്കിലും അത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. കർട്ടൻസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം റോമൻ ബ്ലൈൻഡ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ 2 ലെയറുകൾ വരുന്നുണ്ട്. അടിയിൽ ഷിയർ ലെയർ വരുന്നു. അപ്പോൾ ലൈറ്റുകളൊക്കെ വീടിനകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഷിയർ ലെയർ സഹായിക്കും. ഇത് ബ്ലാക്ക് ഔട്ട് ആണ്. ഇത് താത്തിയിട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഒന്നും തന്നെ ബെഡ്റൂമിലേക്ക് വരുന്നതായിരിക്കില്ല. വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഒരു സെപ്പറേറ്റ് സ്പേസ് തന്നെ വാർഡ്രോബിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് നൽകിയിരിക്കുന്നു. അതിലൊക്കെ നമുക്ക് ഷോ ഡെക്കോർ ഐറ്റംസ് വെക്കാം. ഇതേപോലെ എൽ ഷേപ്പിലാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബിൻ്റെ ഡോർസ് ഇങ്ങനെ എൽ ഷേപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഭാഗത്താണ്. ടോയ്ലറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗ്ലോസി ടൈല് വാളിലും മാറ്റ് ഫിനിഷ് ടൈല് ഫ്ലോറിലും കൊടുത്തിട്ടുണ്ട്. ഹൈലൈറ്റർ ആയിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അടിപൊളിയായിട്ടാണ് സീലിംഗ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 ഭാഗത്തും ഒരു വുഡൻ എലമെൻറ്റ് നൽകിയിട്ട് അതിൽ ഗ്രൂസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സെൻറ്റർ ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് നൽകിയിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് കൊടുത്തിരിക്കുന്നു. കാണുന്ന സമയത്ത് നല്ല ലുക്കിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റിംഗ് എഫക്റ്റ് സഹായിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 3ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. TV യൂണിറ്റിൻ്റെ ഈ ഭാഗത്താണ് ആ ഒരു ബെഡ്റൂമിൻ്റെ പ്ലേസ്മെൻറ്റ് നൽകിയിരിക്കുന്നത്. ബെഡ്റൂമിനകത്തേക്ക് വരികയാണെങ്കിൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഹെഡ് ബോർഡ് വരുന്ന ഭാഗമാണ്. സിമൻറ്റ് ടെക്സ്ചറിൽ വരുന്ന ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അക്രിലിക് ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വൈറ്റ് ഫിനിഷ് നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ലെതർ ഉപയോഗിച്ചിട്ട് ഫുൾ ലെങ്ത്തിൽ ഹെഡ് ബോർഡ് സ്റ്റിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്ന കോട്ടും അതിൻ്റെ സൈഡ് ടേബിളും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എഡ്ജുകളൊക്കെ ഇതേപോലെ സ്മൂത്ത് ആയിട്ട് ചെയ്തിരിക്കുന്നു. സാധാരണ നമ്മൾ ഷാർപ്പായിട്ട് എഡ്ജുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാലുകൾ തട്ടിപ്പോകുമ്പോൾ ഒക്കെ കാലുകൾ വേദനിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാൽ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യും. മാത്രമല്ല കുറച്ചുകൂടെയും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ട് കൂടെ ആ ഒരു എലമെൻ്റ് ആക്ട് ചെയ്യും എന്നുള്ളതാണ്. 2 ഭാഗത്തും സൈഡ് ടേബിളും അതിനോട് ചേർന്ന് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഇൻറ്റീരിയറിനോട് അത് മാച്ച് ചെയ്യുന്നുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം സീലിങ്ങിൽ തന്നെ യുണീക്ക് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ആർക്കിടെക്റ്റ് ഈ ഒരു ബെഡ്റൂമിനെ നൽകിയിരിക്കുന്നത്. റൂഫ് ഹൈറ്റിൽ നിന്നും 1 ഫീറ്റോളം ഫാൾ സീലിങ്ങിൻ്റെ ഹൈറ്റ് ലോവർ ചെയ്തിട്ട് അതിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു വുഡൻ എലമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ കോവലൈറ്റിൻ്റെ എഫക്റ്റ് വരുന്ന സമയത്ത് ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വാർഡ്രോബിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ഒരു വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അക്രിലിക് ലാമിനേറ്റ് ആണ് ഷട്ടേഴ്സിനൊക്കെ നൽകിയിരിക്കുന്നത്. ഗോൾഡൻ ബീഡിങ്സ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ സെൻറ്റർ പോർഷനിലാണ് മിറർ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ചെയർ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഒരു വോയിഡ് സ്പേസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അടിപൊളിയായിട്ട് കിച്ചൺ ചെയ്തിട്ടുണ്ട്. 2 കിച്ചണുകളാണ് ഈ വീട്ടിലുള്ളത്. ഒന്നൊരു ഫോർമൽ ഓപ്പൺ കിച്ചണാണ്, മറ്റൊന്ന് വർക്ക് ഏരിയ ആണ്. ഓപ്പൺ കിച്ചൺ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഈ ഒരു കിച്ചൺ മോഡുലാർ സ്റ്റൈലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ സംബന്ധിച്ചിടത്തോളം 2 ഹൈ ചെയർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് കിച്ചണിലേക്ക് കയറുന്ന ഭാഗത്തൊരു വുഡൻ പാനലിംഗ് നൽകിയിരിക്കുന്നു. അതിൽ വെനീർ ലാമിനേറ്റ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ഷോ ഡെക്കോർ ഐറ്റംസ് അതിൽ വെച്ചിട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. CCTVയുടെ ഒരു മോണിറ്റർ കിച്ചണിൽ നൽകിയിട്ടുണ്ട്. ഔട്ട്സൈഡിൽ ആരാ വരുന്നതെന്നൊക്കെ ഉള്ളത് കിച്ചണിലിരുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു CCTV
TV സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷോ കിച്ചണിനകത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്രീം കളർ കിച്ചണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പർ ക്യാബിനറ്റും ബേസ് ക്യാബിനറ്റും എല്ലാം സെയിം കളറിൽ ചെയ്തിരിക്കുന്നു. കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. കിച്ചൺ സ്ലാബ് ടൈലുകൾ ഷോ കിച്ചണിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 15 mm തിക്നെസ് വരുന്ന ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ വരുന്ന ടെക്സ്ചേർഡ് ആയിട്ട് വരുന്ന ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ എപ്പോക്സി ചെയ്യുന്നതിന് പകരം ഗോൾഡൻ ബീഡിങ് കൊടുത്തിട്ടാണ് ഈ ഒരു ലക്ഷറി ഫീലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കിച്ചന് കുറച്ചുകൂടെ ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊക്കെ ഓപ്പൺ സ്പേസുകൾ നൽകിയിട്ടുണ്ട്. അതിൽ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റുകൾ നൽകി അതിൽ ഓരോരോ സാധനങ്ങൾ വെച്ച് ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ വീട് പൊതുവേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീടിൻ്റെ ഫ്ലോർ ഹൈറ്റ്, അതായത് അതിൻ്റെ ഫ്ലോർ മുതൽ സീലിംഗ് വരെയുള്ള ഹൈറ്റ് പൊതുവേ കൂടുതലാണ്. സാധാരണ നമ്മൾ 10 അടി കൊടുക്കുന്ന സമയത്ത് ഈ വീടിലൊരു 12 അടി 12.5 അടി ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പർ ക്യാബിനറ്റിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു ഭാഗം വേക്കൻ്റ് ആയിട്ട് നിൽക്കാതെ ഇവിടെ ഫീൽ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റ് ചെയ്തിരിക്കുന്നത് വാൾ ടൈൽ കൊടുക്കുന്ന സമയത്ത് വാൾ ഹൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ടൈൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിലൊക്കെ റൂഫ് വരെയുള്ള ഭാഗങ്ങളിൽ ടൈൽ ചെയ്തിരിക്കുന്നു. ഒരു ഗ്രേ ഫിനിഷ് വരുന്ന കാർവിംഗ് ടൈപ്പ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൺ നല്ല കറക്റ്റ് ഡിസൈനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വൈറ്റ് കൗണ്ടർ ടോപ്പും ക്രീം കളറായിട്ട് വരുന്ന ബേസ് ക്യാബിനറ്റുകളുമാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തൊരു ടോൾ യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിനകത്താണ് ഫ്രിഡ്ജ് വരുന്നത്. ഓവണും OTGയും നൽകിയിരിക്കുന്നതും ഈ ഒരു ടോൾ യൂണിറ്റിനകത്താണ്. ഷോ കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ നൽകിയിരിക്കുന്നത്. വർക്കിംഗ് കിച്ചണ് ഇവിടെയാണ് ഇവരുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഇതിൻ്റെ ലേഔട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കൊന്ന് കാണാം. സെപ്പറേറ്റ് ഡോറൊക്കെ കൊടുത്തൊരു ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നൽകിയിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വർക്ക് ഏരിയയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സിങ്ക് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും നല്ല ഭംഗിയിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റുകൾക്കൊക്കെ ഒരു ഗ്രേ ഷെയ്ഡാണ് നൽകിയിട്ടുള്ളത്. സിങ്ക് വരുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൗണ്ടർ ടോപ്പ് നൽകിയിട്ട് ഇവിടെ ഗ്യാസ് സ്റ്റൗ നൽകിയിരിക്കുന്നു. അടുപ്പ്, വിറകടുപ്പ് വേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു സിംഗിൾ വിറകടുപ്പ് ഒരു സൈഡിലേക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റ് പോലെ ഇവിടെ ഒരു വാള് നൽകിയിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് ഒക്കെ നൽകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പല വീട്ടിലും ആളുകൾക്ക് ഗ്യാസ് സ്റ്റൗവിന് പുറമെ അടുപ്പ് കൂടെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ 2 രീതിയിലുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കുക്കിങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്തായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറും സ്പേസ് ഒരു ഭാഗത്തേക്ക് ഒതുക്കി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം കിച്ചണിലൊക്കെ നമുക്ക് ഓവർലോഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഈ ഒരു സ്റ്റോറും സ്പേസസ്. ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറും സ്പേസ് കിച്ചണിൽ കാണാൻ സാധിക്കും. സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കാണ് ഇനി നമ്മൾ കിടക്കുന്നത്. കോൺക്രീറ്റിൽ പണിതിരിക്കുന്ന സ്റ്റെയർ കേസാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഇറ്റാലിയൻ മാർബിൾ തന്നെ മോൾഡ് ചെയ്തിട്ടാണ്. ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കോമൺ ലാൻഡിങ്ങിലേക്കാണ് നമുക്ക് കയറി ചെല്ലാനാവുക. ഇവിടെ നിന്ന് വലത് സൈഡിലേക്കും ഇടത് സൈഡിലേക്കും നമുക്ക് കയറാൻ സാധിക്കും. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഈ 2 സ്റ്റെപ്പുകളും കടന്നു പോകുന്നുണ്ടാവുക. നല്ല ലക്ഷറി ആയിട്ട് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആർക്കിടെക്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. ഏതാണ്ട് 12 അടിയോളം ലെങ്ത് ഉള്ള ഒരു കൂറ്റൻ ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷറി ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാങ്ങിങ് ലൈറ്റ് സഹായിക്കുന്നുണ്ട്. ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ പെയിൻറ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു എൻഡ് മുതൽ ഈ ഒരു ഭാഗം വരെ ആ ഒരു ടെക്സ്ചർ ഫിനിഷ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കാണാം. അതിനിടയിൽ ഓപ്പൺ സ്പേസുകളെല്ലാം CNC വർക്ക് ചെയ്തിട്ട് ഭംഗിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരു മെറ്റൽ ആർട്ട് നൽകിയിരിക്കുന്നു. വാൾ ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിൻ്റെ സീലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വീടിൻ്റെ റൂഫ് ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ സീലിംഗ് ഡിസൈൻസ് നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്നത്. ഈ അപ്പർ ലിവിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്ത് ഇതേപോലെ TV യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അക്രിലിക് ലാമിനേറ്റ് ആണ് ഇതിൻ്റെ ബാക്ക് വാളായിട്ട് നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ ബോർഡർ നൽകിയിട്ടുണ്ട്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഓപ്പൺ നിഷ് നൽകിയിരിക്കുന്നു. അതിൽ ലൈറ്റ്സ് നൽകിയിട്ട് ഷോ ഡെക്കോർ ഐറ്റംസ് എല്ലാം അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേഔട്ട് എന്താണെന്ന് വെച്ചാൽ സ്റ്റെയർ കേസ് നേരെ കയറി വരുന്ന ഭാഗത്ത് ഒരു മജ്ലിസ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറും അല്ലെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫാമിലി ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന രീതിയിൽ അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആ ഒരു വൈബ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. ലോ ഹൈറ്റിൽ വരുന്ന സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ആ ഒരു വാളിനോട് ചേർന്ന് ഇങ്ങനെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇരിക്കാം, ചാരി കിടക്കാം. ആ ഒരു പർപ്പസ് ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാളിലൊക്കെ ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ്. ഇതേപോലെ നല്ല ഭംഗിയുള്ള ലൈറ്റും വാൾ ആർട്ടുകളും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഒരു സം സോർട്ട് ഓഫ് ക്ലാസിക് ഡിസൈന് വരുന്ന രീതിയിലുള്ള ഒരു സീലിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്സ്റ്റെയറിൽ നൽകിയിട്ടുള്ള ബെഡ്റൂമുകളുടെയൊക്കെ ഡിസൈൻ നമുക്ക് കാണാം. ആദ്യത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. സ്റ്റെയർ കേസ് കയറി നടന്നു കഴിഞ്ഞാൽ നേരെ ഈ ഒരു ബെഡ്റൂമിലേക്ക് എത്തും. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ ബെഡ്റൂമുകളും. 5 മീറ്ററാണ് ഈ ഒരു ബെഡ്റൂമിന് ലെങ്ത് വരുന്നത്. 4 മീറ്ററാണ് ബെഡ്റൂമിന് വിഡ്ത്ത് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ലക്ഷറി ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഹെഡ് ബോർഡാണ്. ഹൈറ്റ് കൂട്ടിയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിന് നൽകിയിരിക്കുന്നത്. ഒരു വുഡൻ ബോർഡർ നൽകിയിട്ടുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് ഈ ഒരു വാള് മുഴുവനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. ടെക്സ്ചർ ലാമിനേറ്റ് ഉപയോഗിച്ച് ടെക്സ്ചർ മേക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റാണ് 2 ഭാഗത്തും നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡിസൈന് വുഡൻ എലമെൻറ്റ് ലഭിക്കാൻ വേണ്ടി വുഡൻ ലൂവേഴ്സ് ഈ ഭാഗങ്ങളിൽ നൽകിയിട്ടുണ്ട്. WPC ലൂവേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ലൂവറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡ് ടേബിളിൻ്റെയൊക്കെ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബോക്സ് ഷേപ്പിന് പകരം അല്പം ഒന്ന് സ്ലാൻഡഡ് ആയിട്ടുള്ള ചെരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് സൈഡ് ടേബിളുകൾക്ക് നൽകിയിട്ടുള്ളത്. സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും ഒരു വെറൈറ്റി ആ ഒരു സൈഡ് ടേബിളിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആർക്കിടെക്റ്റ് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു വാർഡ്രോബ് ഡിസൈനാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തൊരു ഓപ്പൺ സ്പേസ് നൽകിയിരിക്കുന്നു. അതിൽ ലൈറ്റ് വരുന്നുണ്ട്. ഏറ്റവും അടിയിൽ ഷൂ റാക്ക് സ്പേസ് നൽകിയിരിക്കുന്നു. മുകൾ ഭാഗത്ത് റൂഫ് ഹൈറ്റ് വരെ എലിവേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിഗ് സൈസ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്ക് കാണാം. വിട്രിഫൈഡ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളറിൽ വരുന്ന സാനിറ്ററി ഐറ്റംസ് ആണ് ഈ ഒരു ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. വെറൈറ്റി ആയിട്ടുള്ളൊരു മിറർ യൂണിറ്റ് ഡിസൈനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. വുഡൻ ലൂവേഴ്സ് ഈ ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല ഭംഗിയിൽ എലഗൻ്റ് ആയിട്ടൊരു വുഡൻ ആംബിയൻസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിലെ 2ാമത്തെ ബെഡ്റൂമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്സ്റ്റെയറിലെ TV യൂണിറ്റിന് ചേർന്നിട്ടാണ് ഈ ഒരു ബെഡ്റൂം നിൽക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ഹെഡ് ബോർഡിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ 2 ഭാഗത്തും വാൾ പാനലിംഗ് ചെയ്തിരിക്കുന്നു. അതിൽ വുഡൻ എലമെൻറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. സെൻറ്റർ ഭാഗത്ത് വാൾപേപ്പറാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു വാൾ ആർട്ട് ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ് ആയിട്ട് വാളിൽ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ലൈറ്റിൻ്റെ ഓറ ഈ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള വാളിൽ നല്ല ഭംഗിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഓരോ ബെഡ്റൂമുകളിലും വെറൈറ്റി ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നൽകിയിട്ടുള്ളത്. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മിറർ യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഫുൾ ഹൈറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു മിറർ യൂണിറ്റ് നൽകിയിരിക്കുന്നു. അതിനിടയിലൊക്കെ വുഡൻ ബോർഡേഴ്സ് സ്ട്രിപ്പുകളായിട്ട് ഇതേപോലെ നൽകിയിട്ടുണ്ട്. വാർഡ്രോബ് സ്പേസ് നൽകുന്നത് സെപ്പറേറ്റ് ഒരു സ്പേസിലേക്കാണ്. നമുക്കൊന്ന് കാണാം. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ടോയ്ലറ്റും വാർഡ്രോബും ഒക്കെ ഒരു സ്പേസിലേക്ക് മാറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. L ഷേപ്പിലാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. അക്രിലിക് ലാമിനേറ്റ് യൂസ് ചെയ്തിട്ടാണ് വാർഡ്രോബിൻ്റെ ഡോർ ഫിനിഷുകളൊക്കെ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഗോൾഡൻ ആ ഒരു ലാമിനേറ്റ് കൂടെ ഒരു ബോർഡർ പോലെ നൽകുമ്പോൾ ഒരു ലക്ഷറി ഫീലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വിട്രിഫൈഡ് ടൈലാണ് ടോയ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. ഹൈലൈറ്ററായിട്ട് നൽകിയിരിക്കുന്ന ടൈലുകളൊക്കെ സാധാരണ നമ്മൾ കാണുന്നതിൽ നിന്നും അല്പം വെറൈറ്റി ആയിട്ടുള്ളൊരു ടൈൽ പാറ്റേൺ ആണ് നൽകിയിരിക്കുന്നത്. ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ ഗ്ലാസ് പാർട്ടീഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസ് ഒന്ന് കാണാം. അല്പം ഒരു ഡൗൺ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ ഒരു ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാസേജ് സ്പേസിൽ നിന്ന് 2 സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ റൂഫ് സ്ലാബിൻ്റെ മുകളിലേക്കാണ് എത്താൻ സാധിക്കുക. ഇതൊരു ഓപ്പൺ ബാൽക്കണി ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സ്പേസാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തിൻ്റെ ആ ഒരു വ്യൂ കാണാൻ സാധിക്കും. ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നൊരു ഏരിയൽ വ്യൂ ആയിട്ട് കാണാൻ സാധിക്കും. സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് കൂടെ നമുക്കറിയാം. ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഹൗസ് ഓണേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ യാക്കൂബ് സാർ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇവിടെ താമസിക്കുന്നത്, നമ്മളോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. ഈ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞ്. അപ്പം വീടിൻ്റെ പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഒരു കമ്പനിയാണ് അല്ലേ, NST ആർക്കിടെക്ട്സ്. ശരിക്കും എങ്ങനെയാണ് അവരെ ബന്ധപ്പെടുന്നത്, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എൻ്റെ അനുജൻ്റെ അമ്മാവൻ്റെ വീടിൻ്റെ പണിയെടുത്തത് ഇവരായിരുന്നു. അത് ശരി. അവർ പറഞ്ഞിട്ടാണ്, സജസ്റ്റ് ചെയ്തിട്ടാണ് ഇവരെടുത്തത്. ഓൾറെഡി ഒരു വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആ ഒരു റെഫറൻസിലാണ് നിങ്ങൾ അവരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഇവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുമല്ലോ. ആ സമയത്ത് ഇവരുടെ ഒരു അപ്രോച്ച്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇവർ ഏത് രീതിയിലാണ് എടുത്തത്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? എല്ലാം ഒക്കെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ ഫാമിലിയായിട്ട് കൂടിയാലോചിച്ചിട്ടുള്ള തീരുമാനമായിരുന്നു. പ്ലാനിങ് A to Z വർക്ക് ഇവരെ തന്നെ എടുത്തത്. അത് ശരി. അപ്പോൾ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ആർക്കിടെക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള കംപ്ലീറ്റ് ഒരു സഹകരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സോ ഒരു ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ ഇവരുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ മൂപ്പർക്ക് വേറെയും വർക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യം സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായി. അപ്പം കൂടുതൽ ആളുകൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീട് ഇതേപോലെ ഫീച്ചർ ചെയ്യാനൊരു അവസരം തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. സോ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ NST ആർക്കിടെക്ട്സ് ആണ് ഈ വീടിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ സൂപ്പർവിഷനും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റും ഇൻറ്റീരിയർ ഡിസൈനും മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത് സെയിം സ്ഥാപനമാണ്. ആർക്കിടെക്റ്റ് ഷഹസാദാണ് അവരുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ കോട്ടൂളിയിൽ, അതായത് ടൗണിൽ വരുന്ന കോട്ടൂളിയിലാണ് അവരുടെ ഓഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തെ വർക്കുകളാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇവരെ ബന്ധപ്പെടാൻ ആവശ്യമായിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ കൂടെ ഞാൻ ഷെയർ ചെയ്യാം. ഇവർ ചെയ്തിരിക്കുന്ന മറ്റ് വർക്കുകളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഓഫീസിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിനകത്ത് നൽകുന്നുണ്ടാവും. വാട്സപ്പ് നമ്പറും ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം. നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ആളുകൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കും. ഇവരുടെ വർക്കുകളെക്കുറിച്ചും സർവീസുകളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനിങ്, സൂപ്പർവിഷൻ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളുടെ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംശയങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്ന, ഓരോരോ വിവിധ സ്റ്റേജുകളിൽ നിങ്ങളുടെ വർക്ക് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സൈറ്റിൽ വന്ന് വർക്കുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നമ്മൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുക. അത്തരത്തിലുള്ള സർവീസുകൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ, അതിന് സ്ട്രക്ചർ വർക്കുകൾ കംപ്ലീറ്റ് ആയ വീടാണെങ്കിലും ഇൻറ്റീരിയർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വീടിനെ വേറൊരു ലെവലിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ NST ആർക്കിടെക്ട്സിനെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.